Meet the editors. അസ്വാഭാവിക പിന്തുണയാണോ പത്മകുമാറിന് എന്നതാണ് ചോദ്യം. സ്മൃതി, ഒരു അസ്വാഭാവിക പിന്തുണയായി തോന്നുന്നുണ്ടോ ഇത്? പത്മകുമാറിനെ ബന്ധുക്കൾ പോലും കൈവിട്ടിട്ടും പാർട്ടി ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ച. ഇന്നത്തെ വിവരം അനുസരിച്ചാണെങ്കിൽ ബന്ധുക്കളുടെ മൊഴി പത്മകുമാറിനെതിരാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പത്മകുമാറിന്റെ വീട്ടിൽ 12 മണിക്കൂർ SIT പരിശോധന നടത്തി, തിരച്ചിൽ നടത്തിയവിടെ പല രേഖകളും കണ്ടെത്തിയിരിക്കുന്നു. ആ രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ കടലാസുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പത്മകുമാറിൻ്റെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുമെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ആ വ്യാപാര സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഉയർന്നത് എന്നതിലുള്ള സംശയമൊക്കെയാണ് ഇപ്പോൾ SITക്കുള്ളത്. അപ്പോൾ ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിരന്തരം സന്ദർശകനായിരുന്നു. അതായത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ശേഷമുള്ള വർഷങ്ങളിൽ അവിടെ സ്ഥിരമായി വരാറുണ്ടായിരുന്നെന്നും അവിടെ താമസിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ കേസിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിയിലാകുന്ന ഘട്ടത്തിലൊക്കെ അന്ന് പത്മകുമാർ പ്രതികരിച്ചത് തനിക്ക് അങ്ങനെ പരിചയമൊന്നുള്ള ഒരാളല്ല എന്നുള്ളതാണ്. അപ്പോൾ പരിചയമല്ല, അടുപ്പമാണ്, വളരെ അടുത്ത ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത് എന്നതിൻ്റെ തെളിവുകൾ മറ്റാരുമല്ല ബന്ധുക്കൾ തന്നെ നൽകിയിരിക്കുന്നു എന്നാണ്. ബന്ധുക്കൾക്ക് പോലും അസ്വീകാരനായോ പത്മകുമാർ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ബന്ധുക്കളുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുകയാണ്. ഇതിൽ കുറ്റാരോപിതൻ മാത്രം എന്ന വാദമാണ് ഉയർത്തുന്നത്. ആ വാദം ഉയർത്തുന്നതിൽ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. കാരണം പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷ വോട്ട് ലഭിക്കുക എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടിൽ കിട്ടുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി യുവതീ പ്രവേശന വിധിക്ക് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന തിരിച്ചടിക്ക് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇടത് പാർട്ടികൾ പോയിട്ടുണ്ട്, CPM പോയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ CPM പല രൂപത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആഗോള അയ്യപ്പ സംഘം നടത്തിയത്. അത്രത്തോളം ഭൂരിപക്ഷ വോട്ട് കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക, മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടി എന്ന നിലപാടെടുത്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയാണെന്ന് പറയുന്നതിലേക്ക് വരെ എത്തുന്ന രൂപത്തിൽ ഭൂരിപക്ഷ വോട്ട് പിടിക്കാനുള്ള അത്രയും ശ്രമങ്ങൾ നടത്തുമ്പോഴും അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമായി പത്മകുമാറിനുള്ള പിന്തുണ മാറും എന്ന് അറിഞ്ഞിട്ട് പോലും പത്മകുമാറിനെ പിന്തുണയ്ക്കുന്നു എന്നതിലാണ് അതിലെ അസ്വാഭാവികതയുള്ളത്. അപ്പോഴും പത്മകുമാറിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു? പത്മകുമാർ വായ തുറന്നാൽ മറ്റേതെങ്കിലും നേതാക്കളുടെ പേര് വരും എന്നതുകൊണ്ടാണോ? കാരണം പല ഘട്ടങ്ങളിലായി പത്മകുമാറും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ബന്ധമൊക്കെ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. പത്മകുമാർ VS-ഉം പിണറായിയും തമ്മിലുള്ള പോരിൻ്റെ സമയത്ത് പിണറായി പക്ഷക്കാരനായി നിൽക്കുകയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിടിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് പിണറായി വിജയന് സഹായകമാവുന്ന രീതിയിൽ പത്മകുമാർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷം ആണല്ലോ യുവതീ പ്രവേശം ഉണ്ടാകുന്നത്. യുവതീ പ്രവേശം വന്നപ്പോൾ മറ്റു നിലപാടെടുക്കുന്നു. അതിൽ ഇന്നലെ രാഹുൽ ഈശ്വർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ കുടുംബത്തെ, മുത്തശ്ശിയെയും രാഹുൽ ഈശ്വറിനെയൊക്കെ അവിടെ സമരത്തിന് പോലും കൊണ്ടുപോയത് പത്മകുമാറാണ്. അതായത് അന്നത്തെ ഇടത് സർക്കാരിനെ പിണറായി വിജയൻ്റെ നിലപാടിന് വിരുദ്ധമായ സമീപനം അന്ന് പത്മകുമാർ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിലെ പെൺകുട്ടികളാരും ശബരിമലയിൽ പോകില്ല എന്ന പ്രതികരണമടക്കം അദ്ദേഹം അന്ന് നടത്തിയത് പരസ്യമായിട്ടാണ്. അങ്ങനെ പരസ്യമായി പല ഘട്ടങ്ങളിൽ പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ കൊണ്ടുവരുമ്പോഴും പരസ്യ നിലപാടെടുത്തു. ആ പരസ്യ നിലപാടിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിയിലേക്ക് നിന്ന് ഒഴിവാക്കുന്ന തീരുമാനത്തിലേക്ക് വരെ പാർട്ടി എത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും, അതായത് പാർട്ടിക്ക് വിരുദ്ധനായ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി പാർട്ടിയിലെ ചില സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടും ഇത്രയും ഗുരുതരമായൊരു സംഭവം ഉണ്ടായിട്ട് സ്വർണ്ണപ്പാളി മോഷണത്തിലെ മുഖ്യ സൂത്രധാരനാണ് പത്മകുമാർ എന്ന വിവരം പുറത്തു വരുന്നു, അറസ്റ്റിലാകുന്നു. എന്നിട്ട് പോലും അതിൽ കുറ്റാരോപിതൻ മാത്രം എന്ന നിലപാടെടുക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. ഇതെല്ലാ കേസുകളിലും ഈ നിലപാടാണോ പാർട്ടി എടുക്കുക എന്നുള്ള കാര്യം അവിടെ ഒരു സംശയമായി അവിടെ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് മറിച്ചൊരു നിലപാടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ അതിൽ പാർട്ടി എടുക്കുന്ന ചില വ്യത്യസ്ത നിലപാടുകളുണ്ട്. മുകേഷിൻ്റെ കാര്യത്തിൽ മുകേഷ് അപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന് പറയുകയും MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയും അങ്ങനെ മുകേഷിൻ്റെ എതിരായ ലൈംഗികാരോപണത്തിൽ മുകേഷ് രാജിവെക്കേണ്ട എന്ന തീരുമാനം എടുക്കുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ല നിലപാടെടുത്തിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വേദി പങ്കിടുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതത് കാലങ്ങളിൽ തങ്ങൾക്ക് അനുയോജ്യമായ തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് മാറി മറിയാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലപാടാണ് ഇപ്പോൾ CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു അസ്വാഭാവിക പിന്തുണയുണ്ട്. കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം നീങ്ങുമോ എന്നുള്ളത് അറിയേണ്ടത്. കാരണം ഇതിപ്പോൾ ഈ സ്വർണ്ണപ്പാളി മാത്രമല്ല, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയ ശേഷം വേറെ ചില
ബിസിനസ്സുകളും ഈ അവിടെയുള്ള പ്രമുഖരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ബിസിനസ്സുകൾ കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുണ്ടോ എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. അത്തരം ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി SIT പോകുമോ എന്നുള്ളതാണ് കടകംപള്ളി ആശങ്കപ്പെടുന്നത്. സ്വർണ്ണപ്പാളി എടുക്കുന്നതിലൊക്കെ കടകംപള്ളിക്ക് പങ്കുണ്ട് എന്നൊന്നും കരുതാനാകില്ല. പക്ഷേ ആ അന്വേഷണം പോയി വരുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളൻ, മോഷ്ടാവ്, ആ മോഷ്ടാവിന് ആരൊക്കെയായിട്ടാണ് ബന്ധം, ആ ബന്ധം ഏതൊക്കെ സാമ്പത്തിക ഇടപാടിലേക്ക് നയിച്ചു എന്നൊക്കെ വളരെ പ്രധാനമാണ്. അതിലേക്ക് പോകുമ്പോൾ ഇത്രയും ഗുരുതരമായ വിഷയമുണ്ടായിട്ടും പത്മകുമാർ അവിടെ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത് കേവലം സാങ്കേതികത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് തൽക്കാലം നടപടിയെടുക്കേണ്ട. ആ നടപടി എടുത്തു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ വിശദീകരിക്കാവുന്ന എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. സാധാരണ പ്രവർത്തകർ, വിശ്വാസികളായ പ്രവർത്തകർ, അവർക്കൊന്നും എന്താ പറയുക, ബോധ്യമാവുന്ന ഒരു പ്രതികരണം നടത്താൻ ഇതുവരെ CPM-ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പല പല കാര്യങ്ങളായി ഇവിടെ വരും. ചാരക്കേസിനെ ഉപമയായിട്ട് കൊണ്ടുവരും. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് എന്ന് പറഞ്ഞു വരും. അങ്ങനെ പല പല കേസുകളായി വരും. അവിടുത്തെ പാത്രം കുംഭകോണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. ഇതൊക്കെയാണ് ഒരു ന്യായീകരണമായി വരുന്നത്. ആ ന്യായീകരണം മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുന്ന ഒരു വിഷയമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുന്നതിനേക്കാൾ വലിയ തിരിച്ചടി ഇപ്പോൾ പത്മകുമാറിനെ തള്ളിയാൽ ഉണ്ടാകുമോ എന്ന ഭയമാണോ പാർട്ടിക്ക് എന്ന സംശയമാണ് അവിടെ ഇരുന്നത്. അതിലൊരു അസ്വാഭാവിക വിഷയമുണ്ട് എന്നുള്ളത് തന്നെയാണ്, അസ്വാഭാവിക പിന്തുണയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പാർട്ടിക്ക് അനഭിമതനാണോ അഭിമതനാണോ ഈ ഇപ്പോൾ? അതാ ഞാൻ പറഞ്ഞത്, പല ഘട്ടങ്ങളിലായി മനസ്സിലാക്കുന്നത് പാർട്ടിക്ക് അപ്രിയനാണ് എന്ന്. അല്ല, മനസ്സിലായില്ലല്ലേ? അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. പല ഘട്ടങ്ങളിലായി പാർട്ടിക്ക് അനഭിമതനായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോൾ പിന്തുണയ്ക്കണമെങ്കിൽ അത് പത്മകുമാറിന് മാത്രമായിട്ടുള്ള പിന്തുണയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പിന്തുണയ്ക്കാൻ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് മാറ്റുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ ജയരാജന്റെ കാര്യത്തിലും ശശീന്ദ്രന്റെ കാര്യത്തിലും ഒക്കെ കണ്ട ഒരു വേഗം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴേക്കും അല്ല, ആ വേഗം ഇതിൽ കാണുന്നില്ല എന്നല്ല. പാർട്ടി ഇപ്പം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ചൊവ്വാഴ്ച ജില്ലാ കമ്മിറ്റി കൂടി. അതാണ് ചോദിച്ചത്. അതാണ് സാങ്കേതികത്വം. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുത്ത് സ്വാഭാവികമായത് ജില്ലാ കമ്മിറ്റി പറയട്ടെ, അവർ പറഞ്ഞിട്ടാണ് തീരുമാനം എന്നൊന്നും അല്ല പ്രധാനപ്പെട്ട വിഷയം. അല്ല ഞാൻ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ വളരെ സാങ്കേതികമാണ് മറുപടി, സാങ്കേതികത്വത്തിലാണ് മറുപടി. അതിലാണ് ഈ പറയുന്നത് കുറ്റാരോപിതൻ മാത്രം. അപ്പോൾ ജില്ലാ കമ്മിറ്റി കഴിയുമ്പോഴേക്കും കുറ്റാരോപിതൻ അല്ലാതെ കുറ്റവാളിയാകും. അല്ല, ഒറ്റ കാര്യം ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ചയാണല്ലോ ചേരുന്നത്. ജില്ലാ കമ്മിറ്റി കഴിയുമ്പോഴേക്കും കുറ്റാരോപിതൻ മാറി കുറ്റവാളിയാകും. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിലപാടെടുത്ത് മാധ്യമങ്ങളോട് പറയലല്ലോ പാർട്ടിയുടെ രീതി. അല്ല, പാർട്ടിയുടെ രീതി എന്താണ്? പാർട്ടി ആദ്യം മാറ്റി നിർത്തണോ വേണ്ടയോ? ഡോക്ടർ അരുൺ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ, ഒന്ന് സ്മൃതി പറഞ്ഞതിലെ ഒരു വൈരുദ്ധ്യം. ഒന്ന്, ഈ പത്മകുമാർ പാർട്ടിക്ക് വലിയ താല്പര്യമുള്ള കക്ഷിയല്ല എന്ന് സ്മൃതി തന്നെ പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഈ പത്മകുമാറിനെ പരിഗണിച്ചില്ല. വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വിളിച്ച വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിഷയത്തിൽ. അപ്പോൾ പാർട്ടിക്ക് അഭിമതനല്ലല്ലോ. അതെ, പല കാര്യങ്ങളും അപ്പൊ പത്മകുമാറിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവല്ലേ? വൈരുദ്ധ്യം ഞാൻ പറഞ്ഞിട്ട് അങ്ങ് ആ ഭാഗം മാത്രം മനസ്സിലാവാതിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം എനിക്കിതിലെ കൃത്യമായ തെളിവുകളായിട്ടൊന്നും പറയാനില്ല. എനിക്ക് എന്റെ നോട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് മറുപടി കേൾക്കണ്ടേ? അങ്ങ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തു. ഇത്രയേ ഉള്ളൂ. പാർട്ടിക്ക് ചില ഘട്ടങ്ങളിൽ അനഭിമതനായി നിന്നിട്ടുള്ള, പാർട്ടിക്ക് വിരുദ്ധമായ സമീപനങ്ങൾ പരസ്യമായി എടുത്തിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോൾ എന്തിനു സംരക്ഷിക്കണം? പറയട്ടെ, പൂർത്തിയാക്കട്ടെ, തിരക്കൂട്ടല്ലേ. അപ്പോൾ അതിന് സംരക്ഷിക്കുന്നതിന് കാരണം മറ്റെന്തൊക്കെയോ ആണ്. ആ മറ്റെന്തൊക്കെയാണ് ഇനി കണ്ടെത്തുന്നത്. ആ മറ്റെന്തൊക്കെയോ എന്നതിൽ ഈ കാര്യങ്ങൾ പത്മകുമാറിൽ നിൽക്കില്ല എന്ന സംശയം സ്വാഭാവികമായി വരുന്നേ. ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ പത്മകുമാർ ഇത് പറയാതിരിക്കും, SIT അത് കണ്ടെത്താതിരിക്കും? അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതാണ് പാർട്ടി വിചാരിക്കുന്നത്. പാർട്ടി വിചാരിക്കുന്നത് ഒരു മിനിറ്റ്, ഈ വിവരം പത്മകുമാറിന് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പത്മകുമാർ എന്ന നേതാവിനെ അല്ലെങ്കിൽ പത്മകുമാർ എന്ന പേരെടുത്തുകൊണ്ട് അയാളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനും കേട്ടാണല്ലോ. ഞാൻ കേട്ട വാചകം ഇതാണ്: ഏത് നേതാവാണെങ്കിലും ഒരു തരി സ്വർണം കൊണ്ടുപോയാൽ, ഇത് തന്നെയാണല്ലോ, ഒരു തരി സ്വർണം കൊണ്ടുപോയാൽ
അത് ഞങ്ങൾ അനുവദിക്കില്ല. ഏത് നേതാവാണ് ഏത് നേതാവെന്ന് ഇവിടെ കണ്ടെത്തി കഴിഞ്ഞേ. ഏത് നേതാവാണ് നമ്മൾ ഈ കൊടുക്കുന്ന വാർത്തകളെ അങ്ങ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മറ്റു പ്രതികൾക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ ഭരണപരമായ വീഴ്ച സംഭവിച്ചുവെന്നും ഇതുവരേക്ക് ഗൂഢാലോചന നടത്തിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നൊരു വരി ഉണ്ടോ? അല്ല, അപ്പൊ റിമാൻഡ് റിപ്പോർട്ടിലെ മുഴുവൻ കടലാസ് അങ്ങയുടെ കൈ കിട്ടിയോ? പിന്നെ എങ്ങനെ താങ്കൾ പറയും ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിയതിൽ രാവിലെ മുതൽ ഹെഡ്ലൈൻ വായിക്കുക, രാത്രി നമ്മുടെ കയ്യിൽ കിട്ടിയ റിമാൻഡ് റിപ്പോർട്ട് നോക്കൂ. നമ്മുടെ കയ്യിൽ കിട്ടിയ റിമാൻഡ് റിപ്പോർട്ടിൽ സാമ്പത്തിക ലാഭം ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങ് പറയരുത്. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ വിഷയത്തിൽ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതും രണ്ടും രണ്ടാണ്. ഒരു മിനിറ്റ് SIT 12 മണിക്കൂർ അവർ റെയ്ഡ് നടത്തിയോ? അതെ, അത് ഈ സ്വർണ്ണക്കടത്തിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ്. അതിലാണ് നമുക്ക് ഇന്ന് കിട്ടിയ സൂചനകൾ ചില ഭൂമി ഇടപാടുകൾ നടത്തിയതായി സംശയം. ഒരു മിനിറ്റ് ബന്ധുക്കളുടെ മൊഴി കിട്ടിയോ? ബന്ധുക്കളുടെ മൊഴി എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്ഥിരം വരാറുണ്ടായിരുന്നു, കിട്ടിയില്ലേ? അപ്പൊ അതിന് അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് എവിടെ സംരക്ഷിക്കുന്നു പറഞ്ഞത് എവിടെയാ? പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഒരാളെ എങ്ങനെ പുറത്താക്കും? ഒരാൾക്കെതിരെ ഒരു കേസ് എടുക്കുന്നു, കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് നീതിക്രമങ്ങളില്ലേ? സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള വിഷയം നന്നായിട്ട് സമയമൊന്നുമല്ല. ഈ പാർട്ടി നടപടി എടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയരുത്. പാർട്ടി സംരക്ഷിക്കുന്നു, പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുക. പാർട്ടി സംരക്ഷിക്കുന്നു. ആത്യന്തിക വാക്ക് താങ്കളാണോ? താങ്കളുമല്ലോ. തെളിവ് വെച്ച് സംസാരിക്കുക. ഞാൻ ശക്തമായി വിയോജിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇവിടെ ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായം പറയാനുള്ളതാണ്. ഇല്ല, താങ്കൾ ഇവിടെ മിഡിൽ ഇരിക്കുന്നത് താങ്കൾ ഈ ചർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം താങ്കൾ അവസാനം പറയുമ്പോൾ താങ്കൾ അത് ആ തീർപ്പ് കൽപ്പിക്കുന്നു. പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ എവിടെയാണ് SIT അന്വേഷണത്തിൽ പോലെ ഇവിടെ തെളിവായ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ജില്ലാ കമ്മിറ്റിയിൽ ഈ നിമിഷം വരെ പത്മകുമാർ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു. ജില്ലാ കമ്മിറ്റി യോഗം കഴിക്കും കുറ്റാരോപിതർ മാറുമോ? കുറ്റാരോപിതമല്ലല്ലോ. ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ച് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ പാർട്ടി മാറ്റി നിർത്തും. അതാണ് നിലപാട്. അങ്ങനെയാണെങ്കിൽ കുറ്റാരോപിതർ മാത്രമാണ് കോടതി തീർപ്പ് കുറ്റാരോപിതനല്ലേ? അല്ല, കോടതി തീർപ്പ് ഏൽപ്പിക്കട്ടെന്ന് പറഞ്ഞ എന്തിനാ പാർട്ടി സെക്രട്ടറി? സാങ്കേതികമായി കുറ്റാരോപിതനല്ലേ? നിങ്ങൾ സാങ്കേതികത്വം ചില കേസിൽ പറയും, ചില കേസിൽ ബാത്റൂമിൽ പോലും പോകാതെ തലസ്ഥാനത്ത് സമരവും ചെയ്യും. അല്ല, ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതിന് വേണ്ടി നിങ്ങൾ കള്ള ആരോപണം പറയുന്ന ഒരു സ്ത്രീയെ ചൂടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വാർത്താ സമ്മേളനം നടത്തുക. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം അതേ ദിവസം രാവിലെ വാർത്താ സമ്മേളനം കേരളം കണ്ടതാ. ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു. കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങൾ മാത്രം കേൾക്കുക, മുതിർന്നവർ മാത്രം കേൾക്കുക. വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭക്ഷണത്തിനെ വിളിച്ചു പറഞ്ഞ വാർത്താ സമ്മേളനം നടത്തി. ജോപ്പനെതിരെ പറയാനല്ല വാർത്താ സമ്മേളനം നടത്തുകയല്ല ചെയ്തത്. നിങ്ങളുടെ മുന്നിൽ ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു. ഒരു സ്ത്രീ വന്ന് തന്നെ ഇത്രയും പേർ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ അതിൽ പ്രമുഖരായ ആളുകളുടെ പേര് ഉൾപ്പെടെ അതിനകത്ത് പറയുമ്പോൾ ആ വിഷയം ഒരു വാർത്തയല്ലാതായി തീരുമോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. പിന്നെ ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതെല്ലാം സമ്മതിച്ചു. ഒരു മിനിറ്റ്
താങ്കൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാ പോരെ? അല്ല, അല്ല, താങ്കൾ ചോദ്യത്തിന് വിശദീകരിച്ചല്ലോ. ഉത്തരം കേൾക്കട്ടെ. ഇത് കേൾക്കൂ, താങ്കൾ എന്റെ ചോദ്യം വിശദീകരിച്ചല്ലോ. എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ താങ്കൾ- ചോദ്യം എനിക്ക് മനസ്സിലായി. അല്ലല്ലല്ല, താങ്കൾ ഒരു മിനിറ്റ് വിശദീകരിച്ചു. ഇല്ല. താങ്കൾ വിശദീകരിച്ചു. എനിക്കറിയേണ്ടത് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയോ? എന്താണ് എന്തിനാ മാറ്റി നിർത്തിയത്? എന്തിനാ മാറ്റി നിർത്തി? മാറ്റി തെളിവുകൾ നിർത്തിയല്ലോ. ഉണ്ടായിരുന്നു. മാറ്റി നിർത്തിയല്ലോ. ആരെ? മുഖ്യമന്ത്രിയല്ല, മറ്റു നേതാക്കളെ അല്ല, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്. മാറ്റി നിർത്തിയല്ലോ. എപ്പോ മാറ്റി നിർത്തിയല്ലോ. തെളിവ് പുറത്തു വന്നപ്പോ? ശരി. എങ്ങനെ തെളിവ് പുറത്തു ശരി. വന്നപ്പോ? കേൾക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വേറൊരു സ്റ്റാഫിന് കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആൾ ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. തെളിവ്, ബാക്കി തെളിവ് എവിടെ? ബാക്കി തെളിവ് പറഞ്ഞോ? സംരക്ഷിച്ചോ? ഒരു മിനിറ്റ്. സംരക്ഷിച്ചോ? സംരക്ഷിച്ചില്ലേ? കുറെ കാലം സംരക്ഷിച്ചില്ലേ? കുറെ കാലം സംരക്ഷിച്ചു. എപ്പോ? എത്ര കുറെ കാലം? കാലം സംരക്ഷിക്കുന്ന വാചകങ്ങളാണ് നമ്മുടെ ചർച്ചകളിലേക്ക് CPM നേതാക്കൾ നടത്തിയത്. വെറുതെ വർത്താനം പറയണ്ട. വെറുതെ വർത്താനം പറയണ്ട. ശിവശങ്കരെയൊക്കെ തള്ളിയത് അവസാനമാണ്. ശിവശങ്കരെ തള്ളിയത് അതുവരെയും സംരക്ഷിക്കുന്ന പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പദവിക്കനുസരിച്ച് അദ്ദേഹം നിങ്ങൾ എത്രയായാലും റിവൈൻഡ് ചെയ്ത് വളരെ കൃത്യമായി പറഞ്ഞു. റിവൈൻഡ് ചെയ്ത് ആരോപണം പോലെ പറയുന്നു. കുറ്റാരോപിതനായ ഒരു വ്യക്തി, കുറ്റാരോപിതനായ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാളെ ആ സ്ഥാനത്ത് നിന്ന് ആ കേസ് മാറ്റി നിർത്തിയ ഒരു കേസ്. ഒറ്റ കാര്യം പറഞ്ഞോളൂ. നമ്മൾ ഈ സോളാർ കേസിലെ പ്രതി അവിടെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ യുവതിയുമായിട്ടിരുന്ന ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. അവർ ഓരോ ആരോപണങ്ങളും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീടത് അവസരത്തിനനുസരിച്ച് അത് ഉമ്മൻചാണ്ടിയിലേക്ക് മാറ്റിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് അത് മാറിയത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുന്നതാണ്. എനിക്കിതിൽ ഇനി അങ്ങോട്ട് തർക്കമില്ല. കേരളം ചർച്ച ചെയ്താണ്, നന്നായി ചർച്ച ചെയ്താണ്. അല്ല, ആ വിഷയത്തിൽ എനിക്ക് ചോദ്യമുണ്ട്. സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിന് വന്ന ഒരു യുവതിയെ അന്നത്തെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ദുരുപയോഗം ചെയ്തു എന്ന് താങ്കൾക്കൊരു നിലപാടില്ലേ? എന്റെ നിലപാടൊക്കെ ഞാൻ പറയുകയും ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടില്ലാണ്. എന്താ എനിക്ക് ധൈര്യത്തിനൊന്നും കുറവില്ല. ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്തത്. ഒരു മിനിറ്റ്, ഞാൻ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയാണ് പോയി. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. അന്ന് സൗകര്യമുള്ള വിഷയത്തിലേക്ക് അങ്ങ് മാറ്റണ്ട. ഞാനിവിടെ നിർത്തുന്നു. ഉത്തരം കിട്ടാൻ ഉത്തരവൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് സൗകര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഇപ്പോഴും ഇത്രയും തെളിവുകൾ വന്നിട്ടും ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ തുടരുന്നത് അസ്വാഭാവികമാണ്. ശരി, ആ അസ്വാഭാവികതയുടെ കാര്യമായി സ്മൃതി പറഞ്ഞ ഒരു വാചകത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. അത് സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് വാചകം പറഞ്ഞു. ഈ സംരക്ഷണം എവിടെയാ? അത് പറ. സംരക്ഷണം ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു. ജില്ലാ കമ്മിറ്റി തുടർന്ന സംരക്ഷണമാവോ? എങ്ങനെ സംരക്ഷണമാവുക? ഈ കേസിന്റെ അന്വേഷണത്തെ അതെങ്ങനെ സംരക്ഷിക്കുക പത്മകുമാറിനെ? ഈ കേസിന്റെ അന്വേഷണത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അന്വേഷണം നടക്കുന്നത്. കോടതിയാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെ സംരക്ഷിക്കുക? നിങ്ങൾ പാർട്ടിയിൽ സംരക്ഷിക്കുന്നു. എങ്ങനെ പാർട്ടിയെ സംരക്ഷിക്കുക? സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടാൻ പോവല്ലേ? പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടറി അതല്ലേ പാർട്ടിയുടെ രീതി? പാർട്ടിയുടെ രീതിക്ക് പോയാൽ മതിയെന്നേ. പാർട്ടിയുടെ രീതിക്ക് ഇന്നലെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. ശനി ഞായർ തിങ്കൾ ചൊവ്വ ജില്ലാ കമ്മിറ്റി വരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറി പങ്കെടുക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഞങ്ങൾക്ക് പത്മകുമാറിനെ വേണ്ട. അത് ആ നിമിഷം അങ്ങോട്ട് മാറ്റും. അതോടെ കുറ്റാരോപിതൻ മാറി അതിനകത്ത് കൗതുകകരമായ സ്മൃതി പറയുന്നത് കേട്ട കേരളത്തിന്റെ ചരിത്രത്തിൽ അറസ്റ്റ് ചെയ്ത ആ ദിവസം രാഷ്ട്രീയമായ വ്യക്തികളെ മുഴുവൻ അതാത് പദവികളിൽ നിന്ന് നീക്കിയ ചരിത്രമുണ്ട് വിധി വരുന്നതിന് മുൻപ്. അങ്ങനെയാണല്ലോ ഇതുവരെയുള്ള എല്ലാ ചരിത്രവും. ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ സ്മൃതി? ഒറ്റ ഉദാഹരണം. ഒരു ആരോപണം വന്ന ദിവസം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആരാധന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സ്വർണം കട്ടെടുത്ത് കൊണ്ടുപോയവരിൽ നിങ്ങളുടെ സഖാക്കളുമുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഏത് സഖാവ്? വളരെ ഗുരുതരമായ ആരോപണമാണ്. ഏത് സഖാവ്? എൻ വാസുവും പത്മകുമാർ സ്വർണം കൊണ്ടുപോയെന്ന് എവിടെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് തെളിയിക്കാൻ പറ്റുക? ഇപ്പൊ വന്നിരിക്കുന്ന തെളിവുകളിൽ എവിടെയാ ഈ സ്വർണം കൊണ്ടുപോയെന്ന് തെളിയിക്കാൻ പറ്റുക? ഞാൻ ഒന്നും പറയാനില്ല. എനിക്ക് സൗകര്യം
ഞാൻ പറയാനുള്ളത് പറഞ്ഞു സ്വർണ്ണപ്പാളിയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നുള്ള വാർത്ത നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. മുഖ്യ സൂത്രധാരൻ SITയുടെ മൊഴി റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ സൂത്രധാരൻ റിമാൻഡ് റിപ്പോർട്ട് ഫുള്ളായിട്ട് അങ്ങ് വായിച്ചോ? താങ്കൾ വായിച്ചു? അല്ല, പിന്നെ അങ്ങ് എന്താ ഈ പറഞ്ഞു? ഒരു പേജ് വെച്ചിട്ടില്ല അങ്ങ് വായിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി പേജ് താങ്കൾ വായിച്ചു? ബാക്കി പേജ് വായിച്ചു. നമ്മുടെ റിപ്പോർട്ടർ ഹരിമോഹന്റെ റിപ്പോർട്ടറെ തള്ളുന്നു എന്നാണ് പറഞ്ഞിട്ട് തുടങ്ങിയ ചർച്ച. നമ്മുടെ റിപ്പോർട്ടർ ഹരിമോഹന്റെ റിപ്പോർട്ടറെ തള്ളുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത വായിച്ചു. നമ്മുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ: ഭരണപരമായ വീഴ്ച സംഭവിച്ചു; 2, ഇതിൽ ഗൂഢാലോചന നടത്തി ആർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ; 3, പിത്തള എന്ന് എഴുതിയത് മാറ്റി അവിടെ സ്വർണ്ണം. ഞാൻ പറയുന്നില്ല, ഗുരുതരമായ വീഴ്ചയാണ്. പക്ഷേ അത് കൊടുത്തത് കമ്മീഷണറാണ്, കമ്മീഷണർക്ക് അത് കൊടുത്തത് സെക്രട്ടറിയാണ്. അതിൽ നിന്നാണ് പത്മകുമാറിലേക്ക് എത്തിയത്. അതാണ് വാസ്തവം. അവിടെയാണ് ഇരുന്ന് നമ്മൾ വിധി. അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങനെ വാസ്തവം അങ്ങോട്ട് പറഞ്ഞോളൂ. വാസ്തവം നമ്മൾ പറയണം, നമ്മൾ വാസ്തവമേ പറയാമൂ. അതിന് മുന്നിൽ വന്നിട്ട് സഖാക്കൾ സ്വർണ്ണം കെട്ടു, സഖാക്കൾ സ്വർണ്ണം കെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത് എന്റെ അഭിപ്രായത്തിലുള്ള സമയമാണല്ലോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനില്ല, കഴിഞ്ഞു. സൗകര്യമില്ല. അസ്വാഭാവികമായ പിന്തുണയോ പത്മകുമാറിന് എന്നാണ് ചോദ്യം. ജിബി, അസ്വാഭാവികമായ പിന്തുണ ഇതുവരെ, അതായത് 20-ാം തീയതി പത്മകുമാർ അറസ്റ്റിലാകുന്നു, 3-ാം ദിവസം വൈകുന്നേരം ആകുന്നത് വരെ അസ്വാഭാവിക പിന്തുണയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പത്മകുമാറിൻ്റെ കാര്യത്തിൽ കോടതി വിധി വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കൂ എന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്ക്. എന്ന് വെച്ചാൽ അത് പിന്തുണ തന്നെയാണ്. വിധി വരുന്നത് വരെ എന്നാണ് പറഞ്ഞത്. ആരുടെ? കോടതി വിധി. അപ്പോൾ SIT വളരെ ഗംഭീരമാണെന്നും ജഡ്ജിയുടെ നേരിലോട്ട് അന്വേഷണം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ പൂർണ്ണമായും പിന്തുണച്ച ഒരു സംവിധാനമാണ് CPMൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ സർക്കാരും. അവിടെ നിന്ന് അറസ്റ്റ് കഴിയുമ്പോൾ ഇനി അത് കോടതിയിൽ തീരുമാനിക്കട്ടെ. അതായത് SITയോ അതിന് മേൽനോട്ടം വഹിക്കുന്ന സുപ്രീം കോടതി, ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചോ അല്ല. ഇത് അവസാനം വാദിച്ച് ഇത് ജയിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് അസ്വാഭാവിക പിന്തുണയാണ് ഇതുവരെ. കാരണം ഇതുവരെ പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇന്ന് കളം മാറുകയാണ്. ചൊവ്വാഴ്ച ജില്ലാ കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ്. ഈ ചൊവ്വാഴ്ച ജില്ലാ കമ്മിറ്റി വിളിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ ഇതിനു വേണ്ടിയാണ് ചർച്ച എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നത് CPM ഈ നിലപാട് മാറ്റാൻ പോവുകയാണ്. പത്മകുമാറിനെതിരെ നടപടി വരും. സസ്പെൻഷനുള്ള സാധ്യതയെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ SIT ഗംഭീരമാണെന്നും കോടതിയുടെ മേൽനോട്ടം അതിലും ഗംഭീരമാണെന്നും പറഞ്ഞ പാർട്ടിക്ക് അവർ തന്നെ ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ട ഒരാൾ, അത് വിധി വരട്ടെ, അതുവരെ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾ ഞങ്ങളുടെ നേതാവായി തുടരും, വെറും അംഗമല്ല, ജില്ലാ കമ്മിറ്റി അംഗമാണ്, അയാൾ ഞങ്ങളുടെ നേതാവായി തുടരും എന്ന് പറയാൻ പറ്റില്ല. അത് സെൽഫ് കോൺട്രഡിക്ടറിയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നാണം കെട്ട് അവസാനം വല്ലാതെ വശം കെടും. അതുകൊണ്ട് നിലനിൽക്കില്ല. ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമായി മാറാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പത്മകുമാറിനെ എന്തെങ്കിലും പറഞ്ഞു കളയുമോ എന്നുള്ളതാണ്. അപ്പോൾ അരുൺ ചോദിച്ച ചോദ്യവും പ്രസക്തമാണ്. പത്മകുമാറിന് ഇത് പറയാതിരിക്കുമോ? എന്തായാലും അറസ്റ്റിലായി. പത്മകുമാർ ഇപ്പോൾ തന്നെ പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനൊരു ക്രോണോളജി നോക്കൂ. ഒക്ടോബർ 17-ാം തീയതി പോറ്റി അറസ്റ്റിലാകുന്നതിൽ ഓരോരുത്തരായി പിടിയിലാകുന്ന 17, അതിന് ഒക്ടോബർ 23 അടുത്ത അറസ്റ്റ്, നവംബർ 1 അടുത്ത അറസ്റ്റ്, നവംബർ 6, 11, 20 ഓരോരുത്തരുടെ പേര് പറഞ്ഞ് തന്നെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അത് പോറ്റിയാണ് ആദ്യം പിടിക്കപ്പെടുന്നത്. പോറ്റി കഴിഞ്ഞ് മുരാരി ബാബുവിൻ്റെ കാര്യം പറയുന്നു, മുരാരി ബാബു സുധീഷിൻ്റെ കാര്യം പറയുന്നു, KS ബൈജു, അത് കഴിഞ്ഞാൽ സുധീഷ് KS ബൈജുവിനെ പറയുന്നു, KS ബൈജു വാസുവിനെ പറയുന്നു, വാസു ഇപ്പോൾ പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇത് അടുത്ത ഘട്ടത്തിലേക്ക് എന്ത് വരും എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണോ? എന്തായാലും എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ SITയെ പിന്തുണച്ച ഒരു പാർട്ടിക്ക്, ഒരു സർക്കാരിന് ഈ വിധി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാനാവില്ല. ഇത് ഒരു സ്വാഭാവികമായ പ്രതികരണമായിരുന്നു ഇന്നലെ ഇന്നെങ്കിൽ ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് അങ്ങനെ ചെയ്താൽ അത് അസ്വാഭാവികമായൊരു പിന്തുണയായിട്ട് എല്ലാവരും കരുതുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ ആയാലും എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായാൽ അയാൾ രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തും നിലപാട്. ഇപ്പോൾ ബോഫോസ് ഇടപാട് നമുക്കറിയാവുന്ന പണ്ട് കാലത്ത് ഏറ്റവും വലിയ ഇടപാടാണ്. ആ ബോഫോസ് ഇടപാട് വന്നപ്പോൾ ആരെങ്കിലും കോടതി വിധി വരുന്നവരെ കാത്തിരുന്നു? കോടതി വിധി എന്തായി? 64 കോടിയുടെ അഴിമതി ആവിയായിപ്പോയി. പക്ഷേ അതുകൊണ്ട് ആ പറഞ്ഞ വാദങ്ങൾ തെറ്റാണെന്ന് കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ബാർ കേസോ അല്ലെങ്കിൽ സോളാർ കേസോ വലിയ കോലാഹലമായിരുന്നു. ആ കോലാഹലമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായി നിലപാട് തന്നെയാണ് പോകുന്നത്. കേസൊക്കെ പിന്നെ വരും, വിധിയുണ്ടാവും. ആ കേസൊന്നും ആയില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്തിന് ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് വരെ 6000 കോടിയുടെ അഴിമതി ഉന്നയിക്കുകയും പിന്നീട് അത് വിജിലൻസ് കോടതിയുടെ പ്രത്യേക ജുഡീഷ്യൽ കമ്മീഷൻ വരികയും ചെയ്തപ്പോൾ ആ വഴിക്ക് ആരും പോയിട്ട് പോലുമില്ല. അതുകൊണ്ടൊന്നും ആരോപണത്തിൻ്റെ പുറത്ത് ആളുകൾ പ്രതികരണം ആവശ്യപ്പെടുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ അതൊക്കെ ഔദ്യോഗികമായ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട പദവികൾക്കെതിരെയാണ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈയിടയ്ക്ക് കോൺഗ്രസിൻ്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസോ? രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട CPM തന്നെയാണ്, ഓർമ്മയുണ്ടല്ലോ.
അത് 2 ദിവസം കഴിഞ്ഞ് പുറത്താക്കുമ്പോൾ അത് സസ്പെൻഷൻ മാത്രം പോരാ, സസ്പെൻഷൻ താൽക്കാലികമാണ്, 1 മാസം കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരും, അതുകൊണ്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഓരോ കാലത്ത് ഓരോ നിലപാടെടുക്കുന്നത് വലിയ പുതിയ കാര്യമൊന്നുമല്ല. CPM-ന് പത്മകുമാറിനെ എത്രത്തോളം സംരക്ഷിക്കാതിരിക്കാമോ, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തള്ളിപ്പറയാമോ അതാണ് നല്ലത്. ഒരുപക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, തൽക്കാലം ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു, അവസാനം വിധി വരട്ടെ, വിധി വരുമ്പോൾ അയാൾ നിരപരാധിയാണെങ്കിൽ ഞങ്ങൾ അയാളെ തിരിച്ചെടുക്കാം. അതാണ് മര്യാദ. കാരണം ഇത്രയും നാൾ ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഓരോരോ ഡിഫൻസുകൾ, ആദ്യം ഉദ്യോഗസ്ഥരായിരുന്നു, അത് കഴിഞ്ഞ് വാസു വരുമ്പോൾ വാസു പാർട്ടിക്കാരനാണെങ്കിലും അയാൾ ഉദ്യോഗസ്ഥനാണ്, പത്മകുമാറിലെത്തുമ്പോഴേക്കും ആ ഡിഫൻസ് എല്ലാം പൊളിയുകയാണ്. എന്തുമാത്രമല്ല, ഇതുവരെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ, CPM-ൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനെ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മറ്റാളുകളും അവിടെ നിന്ന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ ഈ സ്ഥാനത്തിലേക്ക് കുടിയിരുത്തുക വഴി ഇതിനകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് കൈ ഒഴിയുക എന്നൊരു നിലപാട് കൂടിയുണ്ട്. ഒരു വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ആർക്കാണ് താല്പര്യം? ഇപ്പോൾ 3 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നല്ലോ, തോട്ടണ്ടി ഇറക്കുമതി കേസ്. തോട്ടണ്ടി ഇറക്കുമതി കേസിൽ നഗ്നമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 80 കോടിയുടെ അഴിമതിയാണ് CBI 5 വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ മാത്രം CBIക്ക് കിട്ടിയത്. അതിനകത്ത് പ്രതി ആരാണ്? K. രതീഷ്, സ്ഥാപനത്തിൻ്റെ MD ആയിരുന്നു 10 വർഷം. R. ചന്ദ്രശേഖരൻ ഒരു ചെയർമാനായിരുന്നു. അതിനു മുമ്പ് E. കാസിം, അദ്ദേഹം മരിച്ചുപോയി, E. കാസിം ചെയർമാനായിരുന്നു. ഈ R. ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണ്, INTUC-ൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി CBI ചോദിക്കുമ്പോൾ ആ പ്രോസിക്യൂഷൻ അനുമതി 3 തവണ നിഷേധിച്ച സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ഏതാ? INTUC-ൻ്റെ ഒരു നേതാവാണെന്ന് കൂടി ഓർക്കണം. INTUC നേതാവിന് അദ്ദേഹം പ്രതിയായ കേസിൽ പ്രോസിക്യൂഷനാണ്, ശിക്ഷിക്കാനുള്ളതല്ല, പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല. അതാണ് രീതി. അപ്പോൾ ഇതിനകത്ത് വേണ്ടപ്പെട്ട രീതിയിൽ ഗോൾ പോസ്റ്റുകൾ പല രീതിയിൽ മാറ്റി കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഏത് സർക്കാരിൻ്റെ കാലത്തുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ, മനസ്സാക്ഷിയുടെ കോടതിയിൽ ഞാൻ കുറ്റക്കാരനല്ല, ഭയങ്കര വിചിത്രമായ ഒരു ന്യായമായിരുന്നു. മനസാക്ഷിയുടെ കോടതി, അങ്ങനെ ഒരു പ്രത്യേക കോടതിയും ഉമ്മൻചാണ്ടി ഉണ്ടാക്കി. ഇത് എല്ലാ കാലത്തും എല്ലാവരുടെയും പരിപാടിയാണെന്ന്. ആവശ്യം അനുസരിച്ച് ഗോൾ പോസ്റ്റുകൾ വെക്കുക, എന്നിട്ടത് മാറ്റിക്കൊണ്ടു പോവുക. പക്ഷേ നമ്മൾ ഗോൾ അടിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ അടിച്ച ഒരു ഗോളാണ് ഇന്നലെയും ഇന്നും മിനിങ്ങാന്നുമായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അത് സെൽഫ് ഗോളായി മാറുകയാണ്. അടുത്ത ആഴ്ച CPM ഈ നിലപാട് തിരുത്തും. അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ എന്ത് പറയും? കോടതി വിധി വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കൂ, വെന്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച CPM ഈ നിലപാട് മാറ്റേണ്ടി വരും, തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു CPM-ൻ്റെ ഒരു ഗതികേട്. അതാണ് വളരെ പെട്ടെന്ന് ഈ ഇങ്ങനൊരു അറസ്റ്റിലേക്ക് പോകുന്നുള്ളത് CPM-ന് അറിയാത്തതല്ല. ആ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായ ഒരു ബുദ്ധി CPM കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന ഓരോ കാര്യങ്ങളിലും എടുത്ത നിലപാടുകൾ ഇങ്ങനെ ആയിരുന്നില്ല. അത് ഏറ്റവും അവസാനം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന്, അതുവരെയുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലായാലും വിവിധ മന്ത്രിമാരുടെ കാര്യത്തിലായാലും അതിലെല്ലാം ആവശ്യപ്പെട്ടിരുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിൽ നിന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം, രാഹുൽ മാങ്കുട്ടത്തിനെ പാർട്ടി പദവിയിൽ നിന്ന് വരെ പുറത്താക്കണമെന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ എന്താ ഇങ്ങനൊരു നിലപാട് വരുന്നത്? ഇത് CPM-ന് കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായൊരു വലിയ തിരിച്ചടിയാണ്. പക്ഷേ അടുത്ത ആഴ്ച CPM തീരുമാനം മാറ്റാൻ പോവുകയാണ്. രാഷ്ട്രീയമായി മുഖം രക്ഷിക്കാൻ അതേ വഴിയുള്ളൂ, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഒരിക്കൽ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏറ്റുമാനൂരിലെ ഒരു വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളാണ് മോഷ്ടിച്ചത്. അന്ന് നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഈ മോഷണം നടക്കുന്നത്. ആ മോഷണം 1981 മെയ് മാസത്തിലോ മറ്റുമാണ്. അന്ന് വലിയ പ്രതിഷേധങ്ങൾ നടന്നു, വലിയ രീതിയിൽ സർക്കാരിനെതിരെയുള്ള ജനവികാരമുണ്ടായി. ഒടുവിൽ കണ്ടുപിടിച്ചത് ഈ സ്റ്റീഫനെയാണ്, പാറശാലയിൽ നിന്ന്. അയാളൊരു കുപ്രസിദ്ധ മോഷ്ടാവായിരുന്നു. പിന്നീട് അതൊരു ആൻറ്റി ക്ലൈമാക്സിലാണ് അത് സമാപിച്ചത്. അന്നൊരു പെൺകുട്ടിയുടെ ഒരു തെളിവാണ് അതിനകത്ത് ഏറ്റവും നിർണായകമായി തീർന്നത്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ മുഴുവൻ ചർച്ചകളും ഇപ്പോൾ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, N. വാസു, ഉദ്യോഗസ്ഥർ എന്ന തലത്തിലാണ്. ഇതിലിനിയും ഇന്നലെ പറഞ്ഞതുപോലെ ദൈവതുല്യരെന്ന് കരുതിയിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പത്മകുമാറിന് ഇപ്പോൾ പാർട്ടി സംരക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വളരെ ശക്തമായ നിലപാട് ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഒരു തരത്തിലും പാർട്ടിക്കോ സർക്കാരിനോ ഈ SIT അന്വേഷണത്തിൽ ഒരു സംരക്ഷണവും കൊടുക്കാൻ കഴിയില്ല. ഇനി രാഷ്ട്രീയമായി സംരക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ മനസാക്ഷി കോടതി തീരുമാനിക്കട്ടെ എന്നൊരു നിലപാട് CPM ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. CPM എടുത്തിരിക്കുന്ന നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. ഉയർന്നിരിക്കുന്നത് ഗൗരവതരമായ വിഷയങ്ങളാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. കുറ്റാരോപിതൻ മാത്രമാണ് എന്നുള്ളതാണ് സാങ്കേതികമായ ന്യായമെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റിയായിരിക്കും ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു പക്ഷേ പുറത്താക്കാനാണ് സാധ്യത. ചുരുങ്ങിയത് സസ്പെൻഷനിലേക്കെങ്കിലും പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വരെയും ഈ പത്മകുമാറിനെതിരെയുള്ളത് ഭരണപരമായ വീഴ്ചയും
ഒരു ഗൂഢാലോചനയിൽ അതുവഴി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ വസ്തുതയും മാത്രമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സോളിഡ് എവിഡൻസ് SITക്ക് ലഭിച്ചു എന്ന് നമ്മൾ കരുതുന്നത് ഇന്നിപ്പോൾ വീട്ടിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തെ തുടർന്നാണ്. ബന്ധുക്കളുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടോ ഭൂമി ക്രയവിക്രയങ്ങളോ പത്മകുമാർ നടത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പാർട്ടി ഒരു മിനിറ്റ് പോലും ഈ പത്മകുമാറിനെ ആ സ്ഥാനത്ത് വെച്ചിരുത്താൻ അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അത് ഒരുപക്ഷെ ചൊവ്വാഴ്ച ഉണ്ടായേക്കാനാണ് സാധ്യത. കാരണം ഇത് പാർട്ടിക്ക് വലിയ പ്രതിരോധമുണ്ടാക്കിയ ഒരു കേസാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, DYFIയുടെ വൈസ് പ്രസിഡന്റ്, പാർട്ടി പല പിണറായിക്കൊപ്പം വിശ്വാസത്തോടു കൂടി നിലയുറപ്പിച്ച നേതാവ്, ആ നേതാവിനെയാണ് പാർട്ടി വിശ്വസിച്ചിരുന്നത്. ആ നേതാവാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പണി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് ഔദ്യോഗികമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ല. പക്ഷേ അതിന് നടപടിക്രമമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ആ നടപടിക്രമം മാത്രമാണ് ചൊവ്വാഴ്ചയുള്ളത്. അതുകൊണ്ട് പാർട്ടി സംരക്ഷിച്ചു എന്ന് പറയുന്നത് തികച്ചും അവാസ്തവമായ കാര്യമാണ്. ഒന്ന്. രണ്ട്, ഒരു തരത്തിലും അന്വേഷണത്തിൽ പാർട്ടിക്കോ സർക്കാരിനോ ഈ വിഷയത്തിൽ പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ യഥാർത്ഥത്തിൽ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പൊതുസമൂഹത്തിൽ. ആ ചോദ്യങ്ങൾ കൂടി പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 4 സംശയങ്ങൾ എനിക്ക് ഈ വിഷയത്തിലുണ്ട്. അത് പത്മകുമാറുമായോ അവിടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായോ മാത്രം ബന്ധപ്പെട്ടതല്ല. അതിനും അപ്പുറം നടന്നേക്കാവുന്ന ഒരു വലിയ മാഫിയ സംഘം അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങൾക്ക് അവിടെ വന്ന് കയറാനും അവിടെ ഒരു പരികർമ്മിയായി പ്രവർത്തിക്കാനും പിന്നീട് വലിയ സ്വാധീനം ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്, ഏത് കാലത്താണ് വരുന്നത്? 2007, 2008 കാലത്ത്. എങ്ങനെയാണ് വരുന്നത്? രാഷ്ട്രീയ നിയമനമല്ല. അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് വരുന്നത് ഒരു രാഷ്ട്രീയ നിയമനമായിട്ടല്ല. കാരണം അവിടെ കീഴ്ശാന്തിമാരെ നിയമിക്കുന്നത്, അതിനുശേഷം പരികർമ്മിമാരെ തീരുമാനിക്കുന്നതൊക്കെ അവിടുത്തെ മേൽശാന്തിയുടെയും മറ്റ് തന്ത്രിമാരുടെയും ഒക്കെ താല്പര്യപ്രകാരം തന്നെയാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആലപ്പുഴ സ്വദേശിയായ മാധവൻ നമ്പൂതിരിയുടെ സഹായിയായിട്ടാണ് സന്നിധാനത്തെത്തുന്നത്. ദേവസ്വം ബോർഡിന് അന്ന് ആരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? G. സുധാകരനാണ്. അതായത് പ്രതിപക്ഷം പോലും ഒരു തരത്തിലും അഴിമതിയുണ്ട് എന്ന് പറയാത്ത G. സുധാകരൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സ്വദേശി, ഒരു മാധവൻ നമ്പൂതിരിയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്നാണ് ഇയാൾ പരികർമ്മിയായി തീരുന്നത്, അവിടെയുള്ള കീഴ്ശാന്തിക്കാരോടൊപ്പം തീരുന്നത്, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലടക്കം കയറുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു ആക്സസ് കിട്ടുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കണം, ഇത് ഒരു പോയിന്റ്. രണ്ടാമത്, അവിടേക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് എന്നുള്ളതിന് ഒരു ചരിത്രം കൂടിയുണ്ട്. ഞാൻ ഇന്നലെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ശബരിമലയിലേക്ക് വരുന്നതിന് മുമ്പ് ബംഗളൂരുവിലുള്ള ശ്രീരാംപുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ ഏറെക്കാലം മേൽശാന്തിയായി പണിയെടുത്തിട്ടുണ്ട്. അവിടെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി 10 വർഷം പണിയെടുപ്പിക്കാനുള്ള ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപദേശിച്ചു കൊടുത്തത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതെല്ലാം ഒരു വലിയ ഗുണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരുവിൽ നിന്ന് നേരെ ശബരിമലയിലെ മേൽശാന്തിമാരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരാനൊരു നീക്കം അവിടെ നടത്തിയിട്ടുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ റോദ്ദം ജുവലറി എന്ന് പറയുന്ന ഇതിൽ തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുന്ന ഗോവർദ്ധൻ്റെ ജുവലറിയിൽ പോയി പൂജ നടത്തിയത് മഹേഷ് മോഹൻ്റെ കണ്ട്ര് ആണ്. അപ്പോൾ തന്ത്രി മഹേഷ് മോഹൻ്റെ കണ്ട്ര് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് പോയതെന്നും 2 or 3 ഇടങ്ങളിൽ പോലും ഞാൻ പോയി പൂജ നടത്തിയിട്ടുണ്ടെന്നുള്ളതൊരു മൊഴിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ച ബാക്കി എല്ലാവരെയും SIT മൊഴിയെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മഹേഷ് മോഹൻ്റെ കണ്ഠരുടെ മൊഴിയെടുക്കാത്തത്? ഏതൊക്കെ ഇടങ്ങളിലാണ് പോയത്? ഏതൊക്കെ പ്രബലരുടെ വീടുകളിലാണ് പോയി പൂജ നടത്തിയത്? ഗോവർദ്ധൻ ചെറിയ മീനല്ല. ഗോവർദ്ധൻ ഒരു വലിയ സ്പോൺസർ എന്ന നിലയിൽ വന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ആളാണ്. അപ്പോൾ 3 കാര്യങ്ങളായല്ലോ. നാലാമത്തത് ഇതിലും ഗൗരവമേറിയ വിഷയമാണ്. ശബരിമലയിൽ ഒരു വാജിവാഹനം ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ വാർത്തയിടയ്ക്ക് സംപ്രേഷണം ചെയ്തിരുന്നതുമാണ്. വാജിവാഹനം എന്ന് പറഞ്ഞാൽ ഈ കൊടിമരത്തിന് മുകളിലുള്ള വാഹനം. ഈ വാജിവാഹനം അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് ഈ ധ്വജസ്ഥാപനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ധ്വജം അവിടെ പുതുതായിട്ട് സ്ഥാപിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള ഈ വാജവാഹനം ആ കൊടിമരം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്വർണം പൂശിയ കൊടിമരം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള കൊടിമരത്തിന് മുകളിലുള്ള ഈ വാജിവാഹനം അവിടെ നിന്ന് നീക്കം ചെയ്തു. ഈ വാജിവാഹനം നീക്കം ചെയ്തപ്പോൾ അത് തന്ത്രിയുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് പാടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇതിന് അന്താരാഷ്ട്ര വിപണിയിലാണെങ്കിലും ശരി, വിശ്വാസികളുടെ ഇടയിലാണെങ്കിലും ശരി, വിലമതിക്കാനാവാത്ത വിശ്വാസമൂല്യമെന്നാണ് ശബരിമലയിലെ ഏതൊരു ഉരുപ്പടിയും, വാജിവാഹനം പ്രത്യേകിച്ചും.
എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രവിധി? ഞാനത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഏതെങ്കിലും തരത്തിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നാൽ അതെന്താ ചെയ്യുക? ഉദാഹരണത്തിന് ഇപ്പോൾ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമാണ് ഇങ്ങനെ കേടുപാട് സംഭവിക്കുന്നതെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, മരം കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അത് അഗ്നിക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് ശസ്ത്രവിധി. അഗ്നിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വിഗ്രഹം, മരം കൊണ്ട് നിർമ്മിച്ച ആ വിഗ്രഹം പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ അത് കത്തിച്ച് ചാമ്പലാക്കണം, കേടുപാട് സംഭവിച്ച വിഗ്രഹം. ഇനി മരം കൊണ്ടുള്ളതല്ല, കല്ലുകൊണ്ടുള്ളതാണെങ്കിൽ, ശില കൊണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ അത് ഏതെങ്കിലും ജലാശയത്തിൽ നിമജ്ജനം ചെയ്യണം, തിരിച്ചു വീണ്ടെടുക്കാനാവാത്ത വിധം, അത് പുനരുപയോഗിക്കാൻ കഴിയാത്ത വിധം കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹത്തിൻ്റെ കാര്യമാണ്. മൂന്നാമത്തേതാണ് ലോഹനിർമ്മിതമായ വിഗ്രഹമാണെങ്കിലോ. മൂന്നാമത്തെ ഈ ലോഹനിർമ്മിതമായ വിഗ്രഹമാണെങ്കിൽ ക്ഷേത്ര ഊരാളന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ക്ഷേത്ര ഊരാളൻ ആരാണ്? പന്തളം വലിയ രാജയാണ്. അപ്പോൾ പന്തളം വലിയ രാജയിൽ കൊടുത്ത് രാജാവിന് വേണമെങ്കിൽ തന്ത്രിക്ക്, ആചാര്യന് കൊടുക്കാം. പക്ഷേ അത് അതേ രൂപത്തിൽ കൊടുക്കാൻ പാടില്ല. അതിലുള്ള ലോഹം ഉരുക്കിയതിന് ശേഷം മാത്രമേ ഈ ഊരാളൻ തന്ത്രിക്ക് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ വാജിവാഹനം അതേപടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് ഈ വാജുവാഹനം താഴെ ഇറക്കി തന്ത്രിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നതും തന്ത്രി അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനം നടന്നിട്ടുണ്ട്, വിധിയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ വാജുവാഹനം തിരികെ ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല. പ്രേക്ഷകർ ഓർമ്മിക്കണം, അത് ഏതെങ്കിലും തരത്തിൽ ലോഹനിർമ്മിതമായ വിഗ്രഹമാണെങ്കിൽ അത് ആ ലോഹം ഉരുക്കി ശ്രീബലി വിഗ്രഹത്തിനോ ഗോളക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നതാണ് എന്നുകൂടി ചട്ടവിധിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് അത് കൊണ്ടുപോയത് എന്നൊരു വലിയ ആരോപണം നമ്മുടെ മുന്നിലുണ്ട്. ഇത് അന്വേഷിക്കേണ്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? ഇവിടെ ഇതാണ് അവിടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായിയായി വർത്തിച്ചിരുന്നത് കേവലം ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡ് അംഗങ്ങളോ മാത്രമല്ലെന്നും സന്നിധാനത്ത് വളരെ സ്വാധീന ശക്തിയുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ള ഒരു വലിയ ചർച്ച പൊതുമണ്ഡലത്തിലുണ്ട്. അതിനുള്ള സംശയത്തിനുള്ള ഒരു നിവാരണം വരുത്തുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സംഭവിച്ചത് മുഴുവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശബരിമലയിലെ ഏതെങ്കിലും സ്വർണ്ണമോ ഒരു തരിയെങ്കിലും കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചപ്പോഴൊക്കെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊക്കെ അഴിമതിക്ക് ഒരുപാട് പഴികേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പരിപൂർണൻ കമ്മീഷന്റെ വിധിയുടെ കാര്യം പറഞ്ഞതാണ്. പിന്നീട് ചെറുന്നിയൂർ ശശിധരൻ്റെ കമ്മീഷന്റെ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇവിടെയൊക്കെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന UDF സർക്കാരായിരുന്നു പ്രതിസ്ഥാനത്തെങ്കിൽ ഇപ്പോൾ ഇതാ LDF സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡാണ് കൂട്ടിൽ നിൽക്കുന്നത്. ആ ദേവസ്വം ബോർഡ്, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. അവിടെ വലിയൊരു സ്വാധീന ശക്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരാവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണ് എൻ്റെ ഉത്തരം. അസ്വാഭാവികമായ ഒരു സംരക്ഷണമുണ്ടോ എന്ന് ചോദിച്ചാൽ അസ്വാഭാവികമായ ഒരു പിന്തുണ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അസ്വാഭാവിക പിന്തുണയുണ്ടോ പത്മകുമാർ എന്നുള്ളതാണ് ചോദ്യം. പിന്തുണ ഇല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യമാണ്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ശബരിമലയിലെ എല്ലാവർക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ പെർഫോം ചെയ്യാൻ കഴിയില്ല. അവിടെ പെർഫോം ചെയ്യണമെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവിടെ കയറി വരുന്ന ഈ മുതലാളിമാരെയും അതുപോലെ തന്നെ അവിടെ വരുന്ന ഈ പ്രധാനപ്പെട്ട വിശ്വാസികളെ എല്ലാം കൈകാര്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറ്റില്ല. നമ്മൾ ആദ്യത്തെ മീറ്റേഴ്സ് ചർച്ച ചെയ്യുന്ന സമയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞത് അവിടുത്തെ പൂജ നടത്തുന്നതിൻ്റെ അകത്തും അവിടുത്തെ ആചാരങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ രീതി അവിടെ കീഴ്ശാന്തിയായി പ്രവർത്തിച്ച ആളാണ്, അവിടെ പരികർമ്മിയായി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആൾ പറയുകയാണ്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി, അവിടുത്തെ തന്ത്രി പറയുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അവിടെ ആളില്ല. അതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തീരുമാനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇൻക്ലൂഡിങ് ഹൈക്കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒരാൾക്കും ചെയ്യാൻ കഴിയില്ലെന്നേ. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ്? വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ കൂടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ പവർ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2017 ഈ വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് മാറ്റിയത്. അല്ലെങ്കിൽ മാറ്റാൻ കഴിയുമോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഈ പറയുന്ന പരികർമ്മീൻ്റെ സ്ഥലത്തുനിന്നും ഈ പറഞ്ഞ കീഴ്ശാന്തിയുടെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ കഴിയുമായിരുന്നോ?
മാറ്റാൻ കഴിയില്ലായിരുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഇനിയിപ്പോൾ ഞാൻ പറയാണ്, പത്മകുമാർ പറയാം ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിക്കോളാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റണമെങ്കിൽ അവിടുത്തെ മേലുള്ള തന്ത്രി പോലെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് ഉറപ്പിടണം. അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം, കാരണം കീശാന്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന, പരികർമ്മി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അവിടുന്ന് ഒരാളെ മാറ്റാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇപ്പം ഞാൻ പറയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ളനാണ്, ഈ പറഞ്ഞ സാധനം മുഴുവൻ അടിച്ചുകൊണ്ട് പോകണം, ശബരിമലയുടെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ വിശ്വസിച്ചാൽ തന്നെ, അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ളതിന് സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്താരാ? ആരാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ അനുമതി കൊടുത്തത്? അപ്പോൾ എന്താ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ശബരിമലയിൽ നടക്കുന്ന പ്രശ്നം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിശ്വാസത്തിലൂടെ കള്ളത്തരം ചെയ്യാൻ വരുന്ന ഒരാൾ അതിനുള്ളിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു എന്നുള്ളതാണ്. അതിനപ്പുറമാണ്. അത്രയും വിപുലമായ അധികാരങ്ങളൊന്നും ഇല്ല കേട്ടോ. തന്ത്രിക്ക് അത്രയും. അല്ല, ഞാൻ പറയുന്നത് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ അരുൺ സാർ നേരത്തെ പറഞ്ഞു വാജി വാഹനം അവിടുന്ന് എടുത്തു, അവിടെ ഇല്ല വാജി വാഹനം, അവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ പ്രയർ കോവലേഷൻ ഹാൻഡ് ഓവർ ചെയ്തത് കൊടുത്തത് തന്ത്രിയുടെ കയ്യിലാണ്. അവിടെ അത് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോഴും അത് ചർച്ച ചെയ്യാത്തതിന് കാരണം എന്താണെന്നറിയോ? ചർച്ചയാവുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ പത്മകുമാർ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പം അങ്ങനെ ചർച്ച ചെയ്യപ്പെടാനാണെങ്കിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. എന്താണ്, സുഭാഷ് കപൂർ എന്ന് പറയുന്ന വിഗ്രഹം കളവ് നടത്തിയ ഒരു ആളെക്കുറിച്ച് പറഞ്ഞു. തമിഴ്നാട്ടിലെ ഒരാളാണ് അദ്ദേഹം. എന്താണ് ഈ പറയുന്ന റിപ്ലിക്ക ഉണ്ടായി, തഞ്ചാവൂരിലെ റിപ്ലിക്ക ഉണ്ടാക്കി അവർക്കൊരു വാതിൽ കിട്ടി, അതിന് റിപ്ലിക്ക ഉണ്ടാക്കി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കും. വിഗ്രഹം കിട്ടി, അതിന് റിപ്ലിക്ക ഉണ്ടാക്കി ഇതുപോലെയുള്ള സാധനമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും റിപ്ലിക്ക ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അറിയോ, ഇത് സെലക്റ്റീവാണ്. ഇപ്പോൾ സെലക്റ്റീവ് എന്താണ് ഈ സെലക്റ്റീവിൻ്റെ അർത്ഥം? സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ സംശയിക്കട്ടെ, ഈ വിജിലൻസ് കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം വീണ്ടും ഇവിടെ എത്തുമ്പോൾ വിജിലൻസ് ഈ സംവിധാനം അവിടെ തന്നെ ഉള്ളതാണ്. ദേവസ്വം വിജിലൻസ് ഉണ്ട്, അവരിത് ഫ്ലാഗ് ചെയ്യില്ലേ? ആളെ കൊണ്ടിരിക്കുന്നേ ആരാണ്? ദേവസ്വം ബോർഡിനെ റിപ്പോർട്ട് ചെയ്യേണ്ട ദേവസ്വം ഞാൻ ചോദിക്കുന്നത് എൻവാസു ആണോ കൊണ്ടുവന്നേ? അല്ലെങ്കിൽ ഈ പറയുന്ന പത്മകുമാറാണോ കൊണ്ടുവന്നത്? അല്ലല്ലോ. കൊണ്ടുവരുന്നത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു രാഷ്ട്രീയ അല്ല, ഞാൻ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണെന്നേ ഞാൻ പറയുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ ഇത് പറയാം. ഈ പറഞ്ഞ എൻവാസുവിനെ പറയാം. ഞാൻ പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ്, ഇവരെ പറയാം. പക്ഷേ ഇത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ല, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വിശ്വാസമുള്ള ആളെ കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ശബരിമല. ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ശബരിമലയിൽ മാത്രമുള്ള പ്രശ്നമാണോ? നിങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും നോക്കിക്കോളൂ. ഈ കീഴ്ശാന്തിമാരും ഈ പറയുന്ന എല്ലാവരും അങ്ങനെയാണെന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു കള്ളനുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതാ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവൻ പിടിക്കപ്പെടുമ്പോഴല്ലേ അറിയാൻ കഴിയുള്ളൂ, അല്ലാതെ എങ്ങനെ അറിയാൻ കഴിയുക? അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇപ്പം സ്വർണം എന്ന് എഴുതിയതിന് പകരം ചെമ്പ് എന്ന് എഴുതിയത് തെറ്റല്ല എന്നാരാ പറയുന്നത്? അങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല, തെറ്റാണ്. ആ പോസ്റ്റിലേക്ക് ഉദ്യോഗസ്ഥൻ നോക്കണം. പണ്ട് കോടതി പറയും നിയമം അറിയില്ല എന്ന് പറയുന്നത് അതൊരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇതായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾക്ക് നിയമം അറിഞ്ഞിരിക്കണം. അത് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എനിക്ക് നിയമം അറിയാത്തതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കോടതി പറയാൻ പറ്റില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ആ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ എഴുതാൻ പാടില്ല എന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കാൻ പാടില്ല, ഞാൻ ആ പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ സ്വർണം പൂശിയ എന്താണ് ചെമ്പ് വാളി എന്ന് എഴുതുന്നതിന് പകരം ചെമ്പ് വാളി എന്ന് എഴുതാൻ പാടില്ല. പിത്തള എന്ന് മാറ്റിയിട്ട് ചെമ്പ് എന്ന് എഴുതാൻ പറയില്ല. അത് പിത്തളയാണോ ചെമ്പാണോ നോക്കിയിട്ട് എഴുതാൻ പാടുള്ളൂ. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് എന്ത് വേണ്ടിയിട്ട് അത് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊരു പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്നു. ആര് ചെയ്തിരിക്കുന്നു? അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ വിശ്വസിക്കുന്ന എന്ത് ഭാഗത്തായിരിക്കും? ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് പത്മകുമാർ അത് പറയുന്നത് ദൈവതുല്യരായി കണ്ടവരെല്ലാം എന്നെ ചതിച്ചു എന്ന് പറയുന്നൊരു കാര്യം. ദൈവതുല്യരായി അപ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുന്നറിയോ? ദൈവതുല്യരായി കണ്ടിരിക്കുന്നത് പിണറായി വിജയനെയാണ് എന്നങ്ങ് പറയുകയാണ്. പത്മകുമാർ പറയാൻ പോകുന്നത് ഞാൻ ദൈവതുല്യൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് പറയുക. നമ്മൾ അങ്ങനെയാണോ പറയുക? രാഷ്ട്രീയ നേതാവിനെ ദൈവതുല്യനായിട്ട് കാണും ആരെങ്കിലും? പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിനെ ദൈവതുല്യനായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെയല്ലോ. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കുകയാണ്. ഇപ്പോൾ ഇനി പത്മകുമാർ ഒന്നും പറയില്ല, കാരണം അദ്ദേഹം ജയിലിലാണല്ലോ. ഇപ്പോൾ ഒന്നും എനിക്ക് പറയാൻ പോകുന്നില്ല നാളെ രാവിലെ ഞാൻ ദൈവതുല്യനെ കണ്ടത് മുഖ്യമന്ത്രി അല്ല വേറെ ആളെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചത് 2 ആഴ്ച മുന്നെയോ 3 ആഴ്ച മുന്നെയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ദൈവതുല്യനായി കണ്ടിരുന്നത് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു. അടുത്ത അന്വേഷണം മുഖ്യമന്ത്രി. ഇതാണെന്നേ പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്. അന്വേഷണം സെലക്റ്റീവ് അല്ല. അന്വേഷണം സെലക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞൂടെ നേരിട്ട് അദ്ദേഹം ജയിലാവുന്നതിന്
അദ്ദേഹം ജയിലിലാവുന്നതിന് ഒരാഴ്ച മുന്നേ അല്ല ജയിലിലാവുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ജയിലിലാവുന്നതിന് ഒരാഴ്ച മുന്നേ എടുത്ത് ബൈറ്റ് എടുത്ത് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് ദാ ദൈവതുല്യനായി കണ്ടിരിക്കുന്നു. ദൈവതുല്യം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് തന്ത്രിയെ വലിയ പരിചയമില്ല എന്ന് പറഞ്ഞിട്ട്, അല്ല ക്ഷമിക്കരുത്, തന്ത്രിയല്ല, പോറ്റിയെ വലിയ പരിചയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പോറ്റിയെ വലിയ പരിചയമില്ല എന്ന് ഞാൻ പറയുന്നത് അറിയോ, ഞാൻ വരുമ്പോ അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല പത്മകുമാർ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് നമ്മൾ ഈ ഇന്റർപ്രറ്റ് ചെയ്ത് പോകുന്ന അങ്ങോട്ടാ അതിനൊരു കാര്യമുണ്ട്. അതിനൊരു കാര്യമുണ്ട്. അതിനുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇലക്ഷൻ പടിവാദിക്കില്ലാന്നേ. ഇലക്ഷൻ പടിവാദിക്കലാണ്. ശബരിമലയിൽ സ്വർണം പോയി എന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്താണ്, കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ ഒരു ആരോപണം ഇന്നും പറയാൻ പറ്റാത്ത പ്രതിപക്ഷത്തിൽ കിട്ടുന്ന വടി എന്നുള്ള അർത്ഥത്തിൽ ഇതിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ കൊണ്ടുപോകണം ഞാൻ ചോദിക്കുന്നത്. അല്ല ഒരാഴ്ച മുന്നേ വന്ന ഈ പറയുന്ന ശബരിമല മാത്രമാണുള്ള പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. 9 വർഷം മറിച്ച് പിണറായി സർക്കാരിനെതിരെ ആരോപണം പറയാൻ ഒന്നും ഇപ്പൊ കയ്യിലില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് പറയാണ്. അല്ലെങ്കിൽ ഇപ്പം എന്തിനാ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി എന്നുള്ളത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആരുടെ നേതൃത്വം? SIT നേതൃത്വം. ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലല്ലോ അതിൻ്റെ മേധാവി, ആണോ? അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലല്ലോ മേധാവി, SIT അല്ല അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഇത് അന്വേഷണം നടത്തുന്നത് അത് നോക്കുന്നില്ല. പിന്നെ സെലക്റ്റീവായിട്ട് അയ്യോ എങ്ങനെയില്ല അങ്ങോട്ട് കൊണ്ടുപോകും. ദേവസ്വം മന്ത്രി, ദേവസ്വം മുഖ്യമന്ത്രി ഏത് 2017, 18, 19 പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോൾ ദേവസ്വം മന്ത്രി എന്ത് ചെയ്യാൻ പറ്റണം? എന്തിനും ചെയ്യാനുണ്ടോ? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ്റെ പടിവാദിക്കൽ 9 വർഷമായിട്ട് പറയാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ വന്നിട്ട് 1 മണിക്കൂർ മുന്നേ പറയാം. ഞാൻ വിചാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ശബരിമലയിൽ കൊണ്ടുവന്നവർക്ക് തുടങ്ങി, ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവർക്ക് തുടങ്ങി, വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് തുടങ്ങി, എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, പൊളിറ്റിക്കൽ ആൾക്കാർ മാത്രം കുറച്ച് ഉദ്യോഗസ്ഥനെ പിടിച്ച് ജയിലിലിട്ടാൽ ഇതോടെ അവസാനിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്തിയാൽ അസ്വാഭാവിക പിന്തുണ എന്ന ചോദ്യത്തിന് 2 പേർ യെസ്, 2 പേർ നോ.